G belongs to C of AB. C എന്ന് പറഞ്ഞാൽ കർവാണ്. B such that G of X belongs to closed interval AB. G of X എന്നുള്ളതൊരു കർവാണ്. ആ കർവ് എന്താണ്? എ ബിക്കകത്താണ്. അതുപോലെ X belongs to AB. Suppose in addition that G dash is continuous on AB and a positive constant K less than 1 exists with mod G dash of X less than or equal to K for all X belongs to open interval AB. If G dash of P not equal to 0, then for any number P not equal to P in closed interval AB, the sequence Pn equal to G of Pn minus 1. Pn equal to G of Pn minus 1 for n greater than or equal to 1. Converges solely linearly to the unique fixed point P in closed interval AB. നമുക്കിത് കൺവെർജസ് ആണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. നോക്കുക, നമ്മൾ ഫസ്റ്റ് ഫിക്സഡ് പോയിൻ്റ് തിയറം നമ്മൾ പ്രീവിയസ് സെക്ഷനിലേക്ക് പഠിച്ചതാണ്. ഫിക്സഡ് പോയിൻ്റ് തിയറത്തിൽ the sequence converges to P since G dash exists on AB. We can apply mean value theorem. Mean value theorem നമുക്കറിയാം f of B minus f of A by B minus A. F dash of C equal to f of B minus f of A by B minus A. ഇവിടെ ആ ഫോർമാറ്റിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ടേം വരുന്നത് പിയും പി എൻ പ്ലസ് 1 ആണ്. അതുപോലെ ജി ഓഫ് പി എന്നും ജി ഓഫ് പി ആണ് ഫങ്ഷൻസ്. അപ്പോൾ മീൻ വാല്യൂ തിയറം നമുക്ക് പറയാം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ ജി ഓഫ് പി എൻ മൈനസ് ജി ഓഫ് പി ബൈ ബി മൈനസ് എ എന്നാണ്. ബൈ ബി മൈനസ് എന്ന് പറഞ്ഞാൽ പി എൻ മൈനസ് പി ദാറ്റ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് സീറ്റ എൻ ഫംഗ്ഷൻ വരും ജി ഡാഷ്. അപ്പോൾ നമുക്ക് പി എൻ പ്ലസ് 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി ഓഫ് പി എൻ മൈനസ് ജി ഓഫ് പി എന്നാണ്. കാരണം പി എൻ പ്ലസ് 1 എന്നാൽ ജി ഓഫ് പി എന്നും പി എന്ന് പറഞ്ഞാൽ ജി ഓഫ് പി. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാം ജി ഡാഷ് ഓഫ് സീറ്റ എൻ മൈനസ് പി എൻ മൈനസ് പി. അതിൽ നമുക്കറിയാം സീറ്റ എൻ ഈസ് ബിറ്റ്വീൻ പി എൻ ആൻഡ് പി ആണ്. ഒരു സീറ്റ എന്നുള്ളത് നമുക്ക് അതേ റെസിസ്റ്റ് സി ലൈസ് ബിറ്റ്വീൻ നമ്മൾ മീൻ വാല്യൂ തീർത്ത് പറയേണ്ട സീറ്റ ആണ് ബിറ്റ്വീൻ പി എൻ ആൻഡ് പി. അപ്പോൾ നമ്മുടെ ഒരു സീക്വൻസ് പി എൻ കൺവെർജസ് ടു പി. അതുപോലെ സീറ്റ എൻ സീക്വൻസ് സീറ്റ എൻ കൺവെർജിങ് ടു പി. ദിസ് ഈസ് കൺവെർജസ്, മറ്റേത് കൺവെർജിങ് ടു പി. കാരണം എന്താ വെച്ചാൽ ജി ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി. അപ്പോൾ നമ്മൾ ജി ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, ലിമിറ്റ് എൻ ടൈം ടു ഇൻഫിനിറ്റി ജി ഡാഷ് ഓഫ് സീറ്റ എൻ ജി ഡാഷ് ഓഫ് സീറ്റ എൻ ദാറ്റ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് പി ഒരു വാല്യൂ വരും. കൺവെർജസ് അല്ലേ, കണ്ടിന്യൂസ് ആണ്. നമുക്ക് എന്ത് വരും, ജി ഡാഷ് ഓഫ് പി എന്നുള്ള ഫോമിൽ വരും. ഇനി നമ്മളത് അവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ പി എൻ പ്ലസ് 1 മൈനസ് പി ഉണ്ട്, ഇവിടെ പി എൻ മൈനസ് പി ഉണ്ട്. അപ്പോൾ ലിമിറ്റ് എൻ ടെൻ ടു ഇൻഫിനിറ്റി പി എൻ പ്ലസ് 1 മൈനസ് പി ബൈ പി എൻ മൈനസ് പി ദാറ്റ് ഈക്വൽ ടു നമുക്ക് അതിൻ്റെ ലിമിറ്റ് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. അതെന്താണ്, ദാറ്റ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് സീറ്റ എന്ന് വരും. അപ്പോൾ അതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ലിമിറ്റ് എൻ ടെൻ ടു ഇൻഫിനിറ്റി ജി ഡാഷ് ഓഫ് സീറ്റ എന്ന്, അത് ജി ഡാഷ് ഓഫ് പി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് പി അല്ലേ. അപ്പോൾ നമുക്കത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് തരുമ്പോൾ ലിമിറ്റ് എൻ ടെൻ ടു ഇൻഫിനിറ്റി പി എൻ പ്ലസ് 1 മൈനസ് പി ബൈ പി എൻ മൈനസ് പി ദാറ്റ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് പി. ജി ഡാഷ് ഓഫ് പി കിട്ടി. ഇനി നോക്കുക, ഹെൻസ് ഇഫ് ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0, ഫിക്സഡ് പോയിൻ്റ് ഐട്രേഷൻ എക്സിബിറ്റ്സ് ലീനിയർ കൺവെർജൻസ് വിത്ത് അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റൻറ്റ് ജി ഡാഷ് ഓഫ് പി. അപ്പോൾ അവിടെ ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫിക്സഡ് പോയിൻ്റ് ഐട്രേഷൻ അത് വെച്ച് ലീനിയർ കൺവെർജൻസ് വിത്ത് അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റൻറ്റ് ജി ഡാഷ് ഓഫ് പി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു എറർ കോൺസ്റ്റൻറ്റ് ജി ഡാഷ് ഓഫ് പിക്ക് ഉണ്ടാകുന്നതാണ് നമ്മൾ തിയറം പറയുന്നത്. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ പറയുന്നത് ഇറ്റ് കൺവെർജസ് ആണ്. നമുക്കത് അതിൻ്റെ പ്രൂഫിലേക്ക് എത്തി. ഇവിടെ ജി ഡാഷ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ നമ്മളങ്ങനെ ഒരു വാല്യൂ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ 0 ആകുമ്പോൾ എന്തൊരു അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റൻറ്റ് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് മോഡ് ജി ഡാഷ് ഓഫ് പി.
ഇനി അടുത്ത തിയറം നോക്കുക. പി ബി എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. സപ്പോസ് ദാറ്റ് ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0. അതുപോലെ ജി ഡാഷ് ഈസ് കണ്ടിന്യൂസ് വിത്ത് മോഡ് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആൻ ഓപ്പൺ ഇൻ്റർവെൽ ഐ കണ്ടെയ്നിങ് പി. Then there exists delta greater than 0 such that for p naught belongs to p minus delta p plus delta, the sequence defined by pn equal to g of pn minus 1 when n greater than or equal to 1 converges at least quadratically to p, moreover for sufficiently large value of n. Pn plus 1 minus p less than m by 2 mod pn minus p whole square. ഇവിടെ നമ്മൾ ടൈലേഴ്സ് പോളിനോമിയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഒരു കെ നമ്മൾ ചൂസ് ചെയ്യുക, ചൂസ് കെ. അതുപോലെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഓൺ ഇൻ്റർവെൽ, നമ്മൾ ഇൻ്റർവെൽ പറഞ്ഞിട്ട് പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ പിന്നെന്താണ് കണ്ടെയ്ൻഡ് ഇൻ ഐ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ മോഡ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ജി ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിൽ സിൻസ് ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ 1. ആർഗ്യുമെൻറ്റ് യൂസർ ഇൻ ദി പ്രൂഫ് ഓഫ്, അപ്പോൾ നമ്മൾ 2.6 തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളത് അപ്പോൾ അങ്ങനെ സീക്വൻസ് പി എൻ എന്ത് വരും, അത് ഒരു സീക്വൻസ് വരും കണ്ടെയ്ൻഡ് ഇൻ ആ ഡെൽറ്റ വരും ആ ഇൻ്റർവെല്ലിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ജി ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ടൈലേഴ്സ് പോളിനോമിയൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ടൈലേഴ്സ് പോളിനോമിയൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ജി ഓഫ് പി പ്ലസ് ജി ഡാഷ് ഓഫ് പി എക്സ് മൈനസ് പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ പ്ലസ് അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ടേം ഔട്ട് എടുക്കുകയാണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ജി ഡബിൾ ഡാഷ് വരെ മതി നോക്കട്ടോ. അവിടെ നമുക്ക് ജി ഡബിൾ ഡാഷ് ആയതുകൊണ്ടാണ് അത്രയും എടുത്തത്, അല്ലെങ്കിൽ ജി ട്രിപ്പിൾ ഡാഷ് ബൈ അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ സീറ്റ ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് പി. അപ്പോൾ ബൈ ദി ഹൈപ്പോത്തിസ് ജി ഓഫ് പി ഈക്വൽ ടു പി ആൻഡ് ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ നമ്മളത് കൊടുക്കുമ്പോൾ ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ പി ജി ഡാഷ് ഓഫ് പി 0, ജി ഓഫ് പി ആയാലും സ്വാഭാവികമായിട്ടും ജി ഓഫ് പി 0 ആയിരിക്കും. നമ്മളത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എന്തെങ്കിലും ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ പി ആണ്, പി പ്ലസ് സെക്കൻഡ് ടൈം ഇല്ല കാരണം ജി ഡാഷ് ഓഫ് പി 0 ആണ്. ബാക്കി എന്തെങ്കിലും പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരണം. പർട്ടിക്കുലർ കേസിൽ വരുമ്പോൾ എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുകയാണ്, പി എൻ കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു പി എൻ. അപ്പോൾ നമ്മൾ ആ ടൈം എന്ത് വരും, പി എൻ പ്ലസ് 1 ഈക്വൽ ടു ജി ഓഫ് പി എൻ, കാരണം എക്സ് ഈക്വൽ ടു നമ്മൾ പി എൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. അവിടെ എക്സ് എന്നുള്ളത് നമ്മൾ പി എൻ കൊടുത്തു വിത്ത് സീറ്റ ആൻഡ് ബിറ്റ്വീൻ പി എൻ ആൻഡ് പി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സീറ്റ എൻ ലൈസ് ബിറ്റ്വീൻ പി എൻ ആൻഡ് പി ആണ്. അപ്പോൾ പി എൻ പ്ലസ് 1 മൈനസ് പി പിന്നാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ എൻ ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ജി മോഡ് ജി ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞ് പറഞ്ഞ ലെസ് ദാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ 1. അതെന്തായാലും അത് ആ ഇൻ്റർവെല്ലിന് അകത്താണ് വേണ്ടത്. ഏതാണ് ഇൻ്റർവെൽ പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ആൻഡ് ജി മാപ്സ് പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ഇൻറ്റു ഇറ്റ്സെൽഫ്. ഇറ്റ് ഫോളോസ് ഫ്രം ദി ഫിക്സഡ് പോയിന്റ്. നമ്മൾ ഫിക്സഡ് പോയിന്റ് തിയറി യൂസ് ചെയ്താൽ അവിടെ സീക്വൻസ് ടി എൻ കൺവെർജസ് ആണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ തിയറി പറഞ്ഞ സീറ്റ എൻ ഇസ് ആൾസോ കൺവെർജസ് ടു പി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇതിന് തൊട്ടുമ്പത്തെ ടേമിന് ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഈ ടേമിൽ നമ്മൾ കാട്ടി എഴുതി പി എൻ പ്ലസ് 1 മൈനസ് പി ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് എൻ ടു ഇൻഫിനിറ്റി മോഡ് പി എൻ പ്ലസ് 1 മൈനസ് പി ബൈ പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. ഇവിടെ ഉള്ള ടേമിലാണ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ സീറ്റ എൻ നമുക്കറിയാം കൺവെർജസ് ടു പി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മോഡ് ജി ഡബിൾ ഡാഷ് ഓഫ് പി ബൈ 2. Okay, well, this result implies that the sequence Pn is quadratically convergent if G double dash of P not equal to 0, of higher order convergence if G double dash of P equal to 0. Because G double dash is continuous
ആൻഡ് സ്ട്രിക്ട്ലി ബൗണ്ടഡ് ബൈ എം. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ ഇൻ്റർവൽ ഏതാ ഇൻ്റർവൽ മോഡ് ടി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ. ദിസ് ആൾസോ ഇംപ്ലീസ് ദാറ്റ് ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂ ഓഫ് എം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പോൾ ലാർജ് വാല്യൂസ് ഓഫ് എൻ ആകുമ്പോൾ മോഡ് പി എൻ മൈനസ് പി നമ്മൾ ലിമിറ്റിന് എന്തൊക്കെ ചേർത്ത് അവിടെ നമുക്ക് ഇതൊരു എം എന്ന് വരും. എം ബൈ ടു മോഡ് പി നോട്ട് മൈനസ് പി ഹോൾ സ്ക്വയർ. അപ്പോൾ മോഡ് ജി ഡബിൾ ഡാഷ് ഓഫ് പി എന്നുള്ളത് എന്താണ്, നമുക്കതിനെ പി എന്ന് എഴുതാം. അപ്പോൾ ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ഈക്വൽ ടു പി എന്ന് വരും. അപ്പോൾ പി എൻ പ്ലസ് വൺ മൈനസ് പി ലെസ് ദാൻ എൻ മൈനസ് ടു ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. അതിൻ്റെ ചെറിയ കാര്യം നോക്കുക. ഫോർ എ ഫിക്സഡ് പോയിൻ്റ് മെത്തേഡ് ടു കൺവെർജ് ക്വാഡ്രാറ്റിക്കലി we need to have both g of p equal to p and g dash of p equal to 0. Then the easiest way to construct a fixed point problem associated with root finding problem f of x equal to 0. റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈസെക്ഷൻ ന്യൂട്ടൺ മാപ്സിനൊക്കെ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 അതിൻ്റെ റൂട്ട് കാണാൻ. into add or subtract a multiple of f of x from x. അങ്ങനെയാണ് കൺസിഡർ സീക്വൻസ് പി എൻ ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് വൺ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഫോർ ജി ഇൻ ദ ഫോം ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫൈവ് ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ദാറ്റ് വിൽ ബി ചൂസൺ ലേറ്റർ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ഫൈവ് ഡാഷ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ 1 മൈനസ് ഫൈവ് ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈവ് ഓഫ് എക്സ് എഴുതാം. അപ്പോൾ ജി ഡാഷ് നമ്മൾ പറയുമ്പോൾ ഡെറിവേറ്റീവ് ആണ്. നമ്മളവിടെ ജി ഓഫ് എക്സ് എഴുതി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ എഴുതി. അതിൻ്റെ എഫ് ഓഫ് പി ഈക്വൽ ടു 0, ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു നമുക്ക് എന്തൊരു 1 മൈനസ് ഫൈവ് ഡാഷ് ഓഫ് എക്സ് അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കതിൽ 1 മൈനസ് ഫൈവ് ഡാഷ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി 0 ആവും. മൈനസ് എഫ് ഡാഷ് ഓഫ് പി ഇൻറ്റു ഫൈവ് ഓഫ് പി അങ്ങനെ ആകുമ്പോൾ 1 മൈനസ് എഫ് ഡാഷ് ഓഫ് പി ഫൈവ് ഓഫ് പി. ആൻഡ് ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തെങ്കിലും ഫൈവ് ഓഫ് പി ഈക്വൽ ടു 1 ബൈ എഫ് ഡാഷ് ഓഫ് പി. ഇത് ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ആണ്. ഇത് 0 ആകുമ്പോൾ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം. ഇഫ് വി ലെറ്റ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ ദെൻ വി വിൽ എൻഷ്യർ ദാറ്റ് ഫൈവ് ഓഫ് പി ഈക്വൽ ടു 1 ബൈ എഫ് ഡാഷ് ഓഫ് പി ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക്കലി കൺവെർജൻ്റ് ആണ്. ഇപ്പോൾ പി എൻ ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് വൺ ദാറ്റ് ഈക്വൽ ടു പി എൻ മൈനസ് വൺ മൈനസ് എഫ് ഓഫ് പി എൻ ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ. ഇത് നമ്മളെ ന്യൂട്ടൺ മെത്തേഡാണ്. അപ്പോൾ ആ പ്രൂഫിലേക്ക് അല്ലെങ്കിൽ ആ അതിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വരും. ന്യൂട്ടൺ മെത്തേഡ് പറയുന്നത് പി എൻ ഈക്വൽ ടു പി എൻ പ്ലസ് വൺ മൈനസ് എഫ് ഓഫ് പി എൻ ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് വൺ.